മാലിന്യ സംസ്കരണം, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും കെട്ടിടങ്ങൾ, മുതൽ മുടക്ക് സാമ്പത്തിക നിലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. പാലങ്ങൾ, ഒരുപാട് എടുത്തു പറയാം. കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റി പുതുക്കുന്ന ഒരു രീതിയിലുള്ള പരിണാമം ഉണ്ടായെന്ന് പറയുന്നതിൽ, പക്ഷെ ഇതൊക്കെ നടക്കുന്നത് താങ്കൾക്കെതിരായുള്ള ഒരുപാട് ആരോപണങ്ങളും ബേസ്ലെസ് ആലിഗേഷൻസും ഒരുപാട് ആക്രമണങ്ങളും സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളും മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നടക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംഘർഷകരമായ ഒരു 10 വർഷം കൂടിയാണിത്. ആ ഘട്ടത്തെ, ആ ഭാഗത്ത് എങ്ങനെ കാണുന്നതാണ്? അതിൽ വലിയ പ്രശ്നമില്ല. ഈ സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചുമതലയിൽ നമ്മൾ ഒഴിഞ്ഞു പോകാൻ പാടില്ല. എവിടെയാ തകരാറ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം നടപ്പാക്കുന്നു, ആ നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഭാഗവാക്കായി നമ്മൾ മാറിയാൽ അതിനെതിരെ വിമർശനം വരുമ്പോൾ പെട്ടെന്ന് നിർത്താൻ തോന്നും. അവിടെയാണ് പല പദ്ധതികളും നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമേ ഇല്ല. അങ്ങനെയൊരു ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ടാകേണ്ടതില്ല. അപ്പോൾ നാടിനു വേണ്ടിയുള്ള പദ്ധതി, ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെതിരെ എതിർപ്പ് വരുന്നു. ആ എതിർപ്പ് അംഗീകരിച്ചു കൊടുക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ചുമതല? അവിടെയാണ് ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രശ്നം വരുന്നത്. പദ്ധതി നടപ്പാക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത, അല്ല പദ്ധതിയെ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത? ഇവിടെ പദ്ധതി നടപ്പാക്കുന്ന ബാധ്യതയും ചുമതലയാണ് LDF സർക്കാർ ഏറ്റെടുത്തത്.